കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിന്റെയും ജിയോ ബേബിന്റെയും സിനിമയുണ്ട്. ആ സിനിമയില് മമ്മൂട്ടി എന്ന നടൻ ഗേ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ വളരെ നീണ്ട കാലത്തെ ദാമ്പത്യവും അദ്ദേഹം നയിക്കുന്നുണ്ട്. ഓൾറെഡി അറിയാം ഗേ ആണെന്ന്, പക്ഷെ സമൂഹത്തിന്റെ ഒരു പ്രഷർ കൊണ്ട് കല്യാണം കഴിച്ച് കുട്ടിയാക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള കേസസ് ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? വരുന്നുണ്ട്. ഈ ഗെയ് അല്ലെങ്കിൽ ലെസ്ബിയൻ, ബൈസെക്ഷൽ ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഗെയ് ഇതുവരെ നമുക്ക് അതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല. കാരണം അത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു ധാരണയാണ്, അതായത് ഹെട്രോ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പുരുഷനും സ്ത്രീയും സെക്സ് ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് നമ്മുടെ ഉള്ളിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. അവർ മൈനോറിറ്റി ആയതുകൊണ്ട് മാത്രം നമ്മൾ അവരെ കുറ്റം ആരോപിക്കുകയാണ്. അവർക്ക് ഒരു കാരണവശാലും മാറാൻ പറ്റില്ല. കാരണം ഒരു ഗെയിനെ ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. കാരണം അവരുടെ ഫീല്, അവരുടെ ഫാൻറ്റസികൾ, അവരുടെ ലവ് എല്ലാം അവരോട് മാത്രമായിരിക്കും. പിന്നെ മുൻപ് കാലത്ത് സൈക്കോളജിയിൽ അവർഷൻ എന്ന് പറഞ്ഞ തെറാപ്പി ഉപയോഗിക്കാറുണ്ട്. വെറുപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്കൊരു ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അത് ഭയങ്കര ദോഷം ചെയ്യും. അവരുടെ ആങ്സൈറ്റി, അവർക്ക് ഫിയർ, ഇത് കൂടാതെ അവരിതിൽ നിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും ഒരു മിസ്യൂസിലേക്ക് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ സൈക്കോളജിയുടെ ഒരു ഭരണഘടന DSM എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഇതൊരു ഡിസോർഡർ അല്ല, അത് എടുത്ത് കളയും. ഇപ്പം അതൊരു നോർമൽ കണ്ടീഷൻ മാത്രമാണ്. പക്ഷെ സമൂഹം ഇപ്പോഴും അതിനെ വേറൊരു കാഴ്ചപ്പാടിൽ കാണുന്നതാണ്. സമൂഹത്തിൻ്റെയാണ് പ്രശ്നം, അവരുടെ അല്ല പ്രശ്നം. ഇപ്പോഴും അത് സോഷ്യലി അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ് വാസ്തവം.